അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പടികൾ ഓടി ഇറങ്ങി വരുന്നവളെ കണ്ടു എണീറ്റ് നിന്ന ഷംസുദ്ദീൻ്റെ അടുത്തേക്ക് പറന്നു വന്നുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ ഷാനി കരഞ്ഞു പോയിരുന്നു. അയ്യേ, എന്താ ഇത്? ഉപ്പാട് ചെറിയ കുട്ടികളെ പോലെ കരയാ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ തലയിൽ തഴുകിക്കൊണ്ടാണ് ഷംസ് പറഞ്ഞത്. ഉപ്പാനെയും അനിയനെയും കണ്ടതിൻ്റെ സന്തോഷമുണ്ടാകും. എന്തൊക്കെ തന്നെയായാലും വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ വിഷമമുണ്ടാകുമല്ലോ. അതൊക്കെ മാറണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. സക്കീൻ അത് പറഞ്ഞപ്പോൾ ഷംസ് ഒന്ന് പുഞ്ചിരിച്ചു. ഷാനി അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് മാറി ഷാഫിയെ ചേർത്ത് പിടിച്ചു. അവർ രണ്ടാളോടുമായി വിശേഷങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സമദ് അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായോ? രണ്ടുപേർക്കും കൈകൊടുത്ത് സലാം പറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല മോനെ, വന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് വിശേഷങ്ങൾ അറിയാൻ മരുമകൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു പതിവുണ്ടല്ലോ, അതാ ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. പിന്നെ ഇവരെ നാളേക്ക് അങ്ങോട്ട് പറഞ്ഞേക്കണം എന്നുകൂടി പറയാനും. ആദ്യം സമദിനോട് പറഞ്ഞുകൊണ്ട് അവസാന വാചകം സക്കീനാനോടും ഹമീദിനോടുമായിട്ടാണ് ഷംസ് പറഞ്ഞത്. അതിനെന്താ, നാളെ അവർ രണ്ടാളും കൂടി അങ്ങോട്ട് വന്നോളും. ഒരു ദിവസം വേണമെങ്കിൽ തങ്ങിയിട്ട് പോന്നാൽ മതി. സക്കീനയുടെ മറുപടി കേട്ടപ്പോൾ ഷാനിക്ക് സന്തോഷമായി. അവർ സമ്മതിക്കുമെന്നുള്ള പ്രതീക്ഷ അവൾക്കില്ലായിരുന്നു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ചായ എടുക്കാം. മോൾ അവരോടൊപ്പം ഇരുന്നോ, ഞാൻ എടുത്തോളാം. സക്കീന് ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കൂടെ ചെല്ലാൻ ഒരുങ്ങിയ ഷാനിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഷാനി, ഇതെന്താ പെട്ടെന്ന് അവർക്ക് സംഭവിച്ചേ എന്നൊരു അന്താളിപ്പോടെ നോക്കി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവൾ ഷംസുവിനോടും ഷാഫിയുമോടൊപ്പം സംസാരത്തിൽ മുഴുകി. ചായ കുടിയൊക്കെ കഴിഞ്ഞു യാത്ര പറഞ്ഞവർ ഇറങ്ങുമ്പോൾ ഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. താൻ കരയുന്നത് കണ്ടാൽ ഉപ്പാക്ക് വിഷമമാകേണ്ടെന്ന് കരുതി അത് അവരിൽ നിന്നും അവൾ മറച്ചു പിടിച്ചു. അവർ പടി കടന്നു പോയപ്പോൾ മറച്ചു വെച്ച മെഴുനീർ കവിളിലൂടെ ഇറ്റി വീണിരുന്നു. എല്ലാവരും അകത്തേക്ക് പോയിട്ടും കുറച്ചു നേരം അവൾ അവിടെ തന്നെ നിന്നു. ഇതിനിടയിലും നാളെ വീട്ടിൽ പോകാമല്ലോ എന്നുള്ളത് അവളിൽ ആശ്വാസം നിറച്ചിരുന്നു. അന്ന് വൈകുന്നേരത്തോടെ സാജിദയും സാഹിറയുമൊക്കെ തിരിച്ചുപോയി. അവർ പോയതിനു ശേഷം ഷാനിക്ക് കുറച്ച് പണികൾ കുറഞ്ഞു കിട്ടിയിരുന്നു. രാത്രിയിൽ കിടക്കാൻ റൂമിലേക്ക് വരുമ്പോൾ സമദിനെ അവിടെ കാണാത്തത് അവൾക്കൊരാശ്വാസം തോന്നി. ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നവൾ വേഗം കട്ടിലിനടിയിൽ കയറി ഉറങ്ങാനായി കിടന്നു. ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ അവൾ ഉറക്കം പിടിക്കുകയും ചെയ്തിരുന്നു. അരയിലൂടെ കൈ അരിച്ചു വരുന്നതെറിഞ്ഞ് ഉറക്കത്തിലും ഷാനി ഞെട്ടി എണീറ്റു. നേരത്തെ കിടന്നുറങ്ങിയോ നീ? ഞാനൊരു കാൾ വന്ന് ബാൽക്കണിയിലായിരുന്നു. അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി അവളിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഇക്ക, എനിക്ക് തീരെ വയ്യ, നല്ല ഉറക്കക്ഷീണമുണ്ട്. അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. ഉറങ്ങിക്കോ, എല്ലാം കഴിഞ്ഞാൽ വേഗം ഉറങ്ങിക്കോ, എനിക്കും ഉറക്കം വരുന്നുണ്ട്. അത് പറയുമ്പോഴും അവൻ്റെ കൈകൾ അവളെ തലോടിക്കൊണ്ടിരുന്നു. എനിക്ക് അടിഭാഗത്തൊക്കെ നല്ല വേദനയാ, ഇതുവരെ മാറിയിട്ടില്ല. പ്ലീസ്, ഞാൻ ഉറങ്ങിക്കോട്ടെ. എന്താ, നീ മാത്രമേ ലോകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ? എല്ലാവരും വിവാഹം കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാ വേദനയാകുന്നു എന്നും പറഞ്ഞുള്ള മൂഡ് കളയാൻ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ്റെ ശബ്ദം കുറച്ചുയർന്നതും പേടിയോടെ അവൾ മിണ്ടാതെ കിടന്നു. സമദ് വീണ്ടും അവളിലേക്ക് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ വേദനകളെല്ലാം അവൾ കടിച്ചമർത്തി. ജീവൻ പോകുന്ന പോലെ തോന്നിയെങ്കിലും അവനെ പേടിച്ചവൾ എല്ലാം സഹിച്ചു പിടിച്ചു. ഒടുവിൽ ബാത്റൂമിൽ ടാപ്പ് തുറന്നിട്ട് അതുവരെ സഹിച്ചത് മുഴുവൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ കരഞ്ഞു തീർത്തു. ആഗ്രഹിച്ചതിൻ്റെ എതിരായാണ് പടച്ചവൻ വിധിച്ചത് എന്നുള്ളത് അവൾ അറിഞ്ഞു തുടങ്ങി. അലാറം അടിക്കുന്നത് കേട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവൾ കഷ്ടപ്പെട്ട് എണീറ്റിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ എവിടെയും ലൈറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ പതിയെ നടന്ന് അടുക്കളയിലേക്ക് ചെന്നു. ഓരോ അടിയും വെക്കുമ്പോൾ അടിവയറ്റിലുണ്ടാകുന്ന വേദന അസഹനീയമായി തോന്നുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിലെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ കണ്ണുകൾ നിറയും. ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി പെട്ടെന്ന് അത് തുടച്ചു മാറ്റും. അടുക്കളയിലെ ലൈറ്റ് ഓൺ ചെയ്തു എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അവൾ അവിടെ സ്ലാബിലായിരുന്നു. സക്കീനാനെ കാണാത്തത് കൊണ്ട് ചായ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചായ റെഡിയായി. അവൾക്കുള്ള ഒരു ഗ്ലാസ് എടുത്ത് ബാക്കി അടച്ചു വെച്ച് അവളുടെ ചായ കുടിച്ചു തീർന്ന നേരമാണ് സക്കീന അടുക്കളയിലേക്ക് വന്നത്. നീ ഇതുവരെയും ഒന്നും ഉണ്ടാക്കിയില്ലേ? ചായ മാത്രം റെഡിയാക്കി വെച്ചത് കണ്ടവർ കടുപ്പത്തിൽ തന്നെ അവളോട് ചോദിച്ചു.
അത് എനിക്കറിയില്ല, എന്താ ചെയ്യാന്ന്. അതാണ് ഞാൻ. അവരുടെ നോട്ടത്തിൽ ചെറിയൊരു പതർച്ചയോടെ അവൾ പറഞ്ഞു. ഇന്നലെ അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും കൂടി അടുക്കളയിൽ കയറിയത്. ഇനി നീ വേണം എല്ലാവർക്കും ഉള്ളതൊക്കെ ഉണ്ടാക്കാൻ. അതിനി ആരും പറയാനും ചെയ്തു തരാനും ഒന്നും വരില്ല. എന്താണെങ്കിലും വായ്ക്ക് രുചിയായി ഉണ്ടാക്കിക്കോണം. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. നിനക്ക് വെച്ചുണ്ടാക്കാനൊക്കെ അറിയോ? കുടുംബത്ത് നിന്ന് അതൊക്കെ പഠിപ്പിച്ചറിഞ്ഞാ വിട്ടേക്കണത്? ഷാനി എല്ലാത്തിനും ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. സെക്കീന ഒരു ഗ്ലാസ് ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി അത് കുടിക്കാനായിരുന്നു. ഉപ്പാക്ക് ചായ കൊടുക്കണ്ടേ? അവരെ നോക്കി പതിഞ്ഞ ശബ്ദത്തോടെ അവൾ ചോദിച്ചു. അങ്ങേര് എണീക്കാൻ 9 മണിയൊക്കെ ആകും. നീ നിന്റെ പണി നോക്കിക്കോ. ഒരൊഴുക്കം മട്ടിൽ അതും പറഞ്ഞുകൊണ്ട് ചായ കുടിച്ച ഗ്ലാസ് അവിടെ വെച്ചു. പിന്നെ നിങ്ങൾ ഇന്ന് നിന്റെ വീട്ടിൽ പോകല്ലേ? അതിനു മുന്നേ ഇവിടുത്തെ പണികളൊക്കെ കഴിയണം. എല്ലാം ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം നോക്കിക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ പോയതും ഷാനി ഒരു നെടുവീർപ്പോടെ അത് നോക്കി നിന്നേയുള്ളൂ. വീട്ടിൽ പോകേണ്ട കാര്യം ഓർമ്മ വന്നതും മനസ്സിലെ മറ്റു ചിന്തകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടവൾ രാവിലത്തേക്കുള്ളതൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി. അത്യാവശ്യം വെച്ചുണ്ടാക്കാനൊക്കെ ഉമ്മ പഠിപ്പിച്ചു തന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ നന്നായി അവൾ തന്നെ ചെയ്തു തീർത്തു. 12 മണിയോടുകൂടി എല്ലാ പണികളും തീർത്തു സമദിനൊപ്പം അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. സമദിന് പോകുന്നതിനോടും താല്പര്യമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു. വീട്ടിൽ പോകുന്നതിൻ്റെയും എല്ലാവരെയും കാണാൻ പറ്റുന്നതിൻ്റെയും ഒക്കെ സന്തോഷം ഉള്ളിൽ നിറഞ്ഞു നിന്നെങ്കിലും സമദിൻ്റെ ഭാഗത്തു നിന്നും വല്ല ഇഷ്ടക്കേടും കാണിക്കുമോ എന്ന ചെറിയൊരു ഭയവും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. വീടെത്തും വരെ രണ്ടുപേരും പ്രത്യേകിച്ചുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും റൂമിലെ അവൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ അവളുമായൊരു അടുപ്പമോ സംസാരമോ ഉണ്ടാകുന്നില്ലെന്ന് ഇതിനോടകം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. വീട്ടിലെത്തിയതും ഷാനി കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് സമദിനോടൊപ്പം കയറാമെന്ന് കരുതി നിൽക്കുമ്പോൾ അവൻ പുറകിൽ നിന്നും 1, 2, 3 കവർ എടുക്കുന്നത് കണ്ടു. വരുന്ന വഴിയിലൊന്നും കടയിൽ കയറുന്നത് കണ്ടില്ലല്ലോ. പിന്നെ ഇത് എപ്പോഴായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നവൾ വിചാരിച്ചു. രാവിലെ അവൾ ഷോപ്പിലേക്ക് പോയത് ഓർമ്മയിൽ വന്നതും അപ്പോഴാകും എന്നവൻ ഊഹിച്ചു. എന്തെങ്കിലും പലഹാരം വീട്ടിലേക്ക് വാങ്ങണം എന്ന് മനസ്സുണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് അവൾ പറഞ്ഞിരുന്നില്ല. അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് വന്ന ഷംസുവും ഹാജുവും ഷൈമയും ഒക്കെ കൂടി ഷാനിയെയും സമദിനെയും കണ്ടതോടെ പിന്നെ സ്നേഹപ്രകടനങ്ങളായി. എല്ലാവരും കൂടി അകത്തേക്ക് കയറിയപ്പോൾ ഷംസുവും സമദും കൂടി ഹാളിലായിരുന്നു. ഹാജുവും ഷാനിയും ഷൈമയും കൂടി അടുക്കളയിലേക്കും കടന്നു. ഈ സമയം സമദ് അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോൾ ഷാനിക്ക് ആശ്വാസമായിരുന്നു. ഷാഫി എവിടെ? ഷാനി ചോദിച്ചു. അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നേ കണ്ടു. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിനിടയിൽ ഹാജു അവൾക്കുള്ള മറുപടിയും കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു. വേറൊരു ഗ്ലാസ് ജ്യൂസുമായി ഹാളിലേക്ക് നടന്നു. പിന്നെ എവിടെ പോവുകയാണെങ്കിലും പെട്ടെന്ന് ഇറങ്ങിക്കോണട്ടോ ഷാനിയോട് അവൻ പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും പോയി തിരിച്ച് വരുന്നവർ വൈകിട്ടോടെ പോകാൻ റെഡിയായി. ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞ് ഷംസുവും ഹാജുവും നിർബന്ധിച്ചെങ്കിലും നാളെ തൊട്ട് കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സമദ് വിസമ്മതിച്ചു. ഷാനിക്കൊരു ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. അത് പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു, മോനെ നാളെ പോയാൽ പോലെ. അല്ല, നാളെ ഷോപ്പിൽ പോകണം, നാളെ മുതൽ. ഓ അങ്ങനെ. അവർ യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തതും ഒരിക്കൽ കൂടി അവർക്ക് നേരെ നോക്കിക്കൊണ്ട് അവൾ കോ ഡ്രൈവ് സീറ്റിലേക്ക് കയറി. വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു. അവർ കണ്ണിൽ നിന്ന് മറഞ്ഞതും സീറ്റിലേക്ക് ചാരിക്കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ, അവിടെ നിന്ന് വണ്ടി നിർത്തുമോ? ഹിമയുടെ വീടെടുത്തപ്പോൾ മടിച്ചാണെങ്കിലും ഷാനി സമദിനോട് പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, കണ്ടോടത്തൊക്കെ കയറി ഇറങ്ങ് നടക്കാൻ. അതും പറഞ്ഞുകൊണ്ട് അവൻ നിർത്താതെ മുന്നോട്ട് പോയത് ഷാനി സങ്കടത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്ത് നിന്നിരുന്ന ഹിമ അവളെ കണ്ടെന്ന് മനസ്സിലായി. ഷാനിക്കാകെ വല്ലായ്മ പോലെയായി. കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോയതിൽ അവൾക്ക് എന്തായാലും വിഷമമായിട്ടുണ്ടാവും എന്നവൾക്ക് ഉറപ്പായിരുന്നു. 2 ദിവസമായി അവൾക്കൊന്ന് വിളിക്കാനും പറ്റിയിട്ടില്ല. അതിന് പറ്റിയൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു കണ്ണടച്ചവൾ മയക്കത്തിലേക്ക് ആഴ്ന്നിരുന്നു. പിന്നീട് വീടെത്തിയെന്ന് പറഞ്ഞ് സമത് തട്ടി വിളിക്കുമ്പോഴാണ് അവൾ എണീക്കുന്നത്. ഷാനി അകത്തേക്ക് കടന്നപ്പോൾ ആരെയും കണ്ടില്ല. അവൾ വേഷം മാറാൻ റൂമിലേക്ക് പോയി. നീ അവരെങ്ങാനും നിർബന്ധിച്ചാലേ അവിടെ ഇന്ന് നിൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്.
എന്തൊക്കെ പറഞ്ഞാലും ഇന്നെന്നെ പോരണമെന്ന് ഉമ്മ തന്നെയല്ലേ പറഞ്ഞത്. സ്റ്റെപ്പ് കയറി റൂമിലേക്ക് നടക്കുകയാണ് സക്കീനയും സമതും പറയുന്നത്. ഷാനി കേൾക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞുകൊണ്ടാണ് അവൻ തിരക്ക് പിടിച്ച് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം കൂടി വന്നു. ബാത്റൂമിലേക്ക് കയറി അതുവരെ പിടിച്ചു നിർത്തിയതൊക്കെ കണ്ണുനീരിനായി ഒഴുകി തീർത്തപ്പോൾ മനസ്സിന് കുറച്ചൊരാശ്വാസം തോന്നിയിരുന്നു. പുറത്തേക്കിറങ്ങിയപ്പോൾ സമതിനെ റൂമിൽ കണ്ടില്ല. അവൾ താഴേക്ക് ചെന്നപ്പോൾ അവൻ്റെ ബൈക്ക് കാണാത്തപ്പോൾ അവൻ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. പിന്നീട് സക്കീന ഓരോ പണികളായി വീണ്ടും അവളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. രാത്രിയിൽ റൂമിലേക്ക് വന്നപ്പോൾ ബെഡിലിരിക്കുന്ന ഫോൺ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഹിമയുടെ മുഖം അവർക്ക് ഓർമ്മ വന്നത്. വേഗം ഫോൺ എടുത്ത് ഹിമയുടെ നമ്പറിലേക്ക് വിളിച്ച് കുറച്ച് റിങ് ചെയ്തതിന് ശേഷം അപ്പുറം കാള് കണക്റ്റായി. ഈ കാള് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ട് മിണ്ടാതെ പോയ ആള് എന്നെ മറന്നു കാണുമെന്നാണ് വിചാരിച്ചത്. ഫോൺ എടുത്ത പാടെ പരിഭവത്തോടെയുള്ള ഹിമയുടെ വാക്കുകൾ ഷാനിയുടെ ഉള്ളിൽ നോവ് പടർത്തി. അങ്ങനെയൊന്നും അല്ലടാ, നീ പിണങ്ങല്ലേ. ഞങ്ങൾ വീട്ടിലൊരു ദിവസം നിൽക്കാമെന്ന് കരുതി പോയതാ. പെട്ടെന്ന് അത്യാവശ്യമായി ഇക്കാക്ക ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നു. വേഗം തിരിച്ചു പോന്നു. അതാ നിൻ്റെ അടുത്ത് കയറാൻ പറ്റാതിരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്നെ കണ്ടിട്ട് നീ കാറ് നിർത്താതെ പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമായിട്ടോ. അമ്മയും പറഞ്ഞു ഷാനിമോൾ എന്തേ ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ പോയതെന്ന്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ചിലായി തോന്നുന്നുണ്ടാവും എന്നും പറഞ്ഞു. അങ്ങനെയാണോടി? നീ വല്ല തിരക്കിലാവുമെന്ന് വിചാരിച്ച 2-3 ദിവസം മെസ്സേജോ കോളോ ഒന്നും ചെയ്യാതിരുന്നത്. നിനക്ക് ഇങ്ങോട്ടും വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഹിമയുടെ പരിഭവം തീരുന്നില്ലായിരുന്നു. അവളോട് സത്യങ്ങളൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് ഷാനിക്ക് എന്ത് മറുപടി പറയും എന്നറിയാത്ത അവസ്ഥയായി. നീ അങ്ങനെയൊന്നും പറയല്ലേ ഹിമ. ഇവിടുത്തെ വിരുന്നുകാരൊക്കെ ഇന്ന് രാവിലെയാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കുകളായതുകൊണ്ട് വിളിക്കാൻ പറ്റാതിരുന്നതാടി. പിന്നെ ഇന്ന് സത്യമായിട്ടും അത്യാവശ്യമായതുകൊണ്ടാണ് അവിടെ ഇറങ്ങുന്നത്. നീ അമ്മയോട് പറയ്, എനിക്ക് എങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ. നിനക്ക് വിഷമമായി കാണും എന്നറിയാവുന്നതുകൊണ്ട് ഇന്ന് തന്നെ വിളിച്ച് വിവരം പറയണം എന്ന് ഞാൻ വിചാരിച്ചത്. ഷാനി അത്രയും പറഞ്ഞപ്പോൾ ഹിമയുടെ പരിഭവങ്ങളെല്ലാം കുറഞ്ഞു വന്നു. പിന്നീട് കുറച്ച് കൂടി സംസാരിച്ചു അവൾ ഫോൺ വെച്ചത്. കള്ളം പറയാൻ ഇഷ്ടപ്പെടാത്ത താൻ എത്രയേറെ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടിയാണ് വന്നത്. വെറുതെ കള്ളങ്ങൾ പറഞ്ഞു. ഷാനി മനസ്സിൽ ചിന്തിക്കാതിരുന്നില്ല. സാഹചര്യങ്ങൾ ആണ് ഓരോ മനുഷ്യരെയും കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഷാനിയുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുകയായിരുന്നു. സക്കീന വെച്ചുണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് കൊടുക്കാനും അതിൻ്റെ കണക്കിലെടുക്കാനും ടേസ്റ്റ് നോക്കി കുറ്റം പറയാനുമല്ലാതെ അടുക്കളയിലേക്കുള്ള വരവില്ലാതായി. ഒരു വീട്ടുവേലക്കാരിയോടല്ലാതെ കുടുംബത്തിലെ ഒരംഗം എന്ന പരിഗണന അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒന്നും എതിർത്ത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാം സഹിച്ചു ജീവിക്കാൻ അവൾ പഠിച്ചു. വീട്ടിൽ അറിയിച്ചാൽ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ പിന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പേടികൊണ്ട് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ആരെങ്കിലും വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വന്നാലും അവരോടുള്ള സക്കീനയുടെ പെരുമാറ്റം കണ്ടാൽ ഷാനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണെന്ന് ഈ കുടുംബം എന്നവരും എല്ലാവരും വിചാരിക്കും. ഇതിനിടയിൽ സാഹിറയും സാജിദയും ഇടയ്ക്ക് വന്ന് പോകും. അവർ വരുമ്പോഴൊക്കെ ഷാനിക്കന്ന് ഒരു നടു നിവർത്താൻ പോലും കഴിയില്ല. കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് അവളെ വേദനിപ്പിച്ച് രസിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് മനസ്സിലായിരുന്നു. ആദ്യം ഒക്കെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ഇരുത്തുമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവളെ കഴിക്കാൻ അവർ സമ്മതിക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ കറികൾ പോലും അവൾക്ക് ഒന്ന് മാറ്റിവെക്കാതെ അവർ പാത്രം കാലിയാക്കും. കഴിക്കാനിരിക്കും. നേരെ വെച്ചുണ്ടാക്കിയിട്ടും ഒന്നും കഴിക്കാൻ കിട്ടാത്തതിൻ്റെ വിഷമം ഉള്ളിലൊതുക്കി എന്തെങ്കിലും നുള്ളിപ്പെറുക്കി അവൾ ആ ദിവസവും തള്ളി നിൽക്കും. സാഹിറയും സാജിദയും ഭർത്താക്കന്മാരുടെ വീട്ടുകാരുമായി ഒത്തുപോകാത്തതിനാലാണ് വേറെ വീടെടുത്ത് താമസിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ ഷാനി മനസ്സിലാക്കിയിരുന്നു. അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. സമതിൻ്റെ ഭാഗത്ത് നിന്നും അവന് ആവശ്യമുള്ളപ്പോൾ കൂട്ടുകിടക്കാം ഒരു ഭാര്യ എന്നതിലുപരി മറ്റൊരു വിധത്തിലുള്ള അടുപ്പവും ഷാനിയോടുണ്ടായിരുന്നില്ല. രാത്രിയിലുള്ള അവൻ്റെ ഉപദ്രവം കുറഞ്ഞിട്ടുണ്ട് എന്നൊഴിച്ചാൽ മറ്റു മാറ്റങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഷാനിയുടെ വീട്ടിലേക്ക് വല്ലപ്പോഴും ഒന്ന് പോയി വരികയല്ലാതെ ഒരു ദിവസം പോലും അവിടെ തങ്ങാൻ സമത അനുവദിച്ചിട്ടില്ല. ഷോപ്പിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു പോരുമ്പോൾ ഷാനിയെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധിക്കുമായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് എടുത്തു നോക്കുമ്പോൾ സ്ക്രീനിൽ ഉമ്മ എന്ന് കണ്ടതും ഷാനി കാൾ അറ്റൻഡ് ചെയ്തു സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു കാര്യം പറയാനായി വിളിച്ചത്. നീ വാഹിദയുടെ മോൻ്റെ നിക്കാഹിന് വരുമ്പോൾ ആ വലിയ ലോക്കറ്റുള്ള മാലയും 3-4 വളയൊക്കെ ഇട്ടോ.
ഇപ്പോൾ വരുമ്പോഴൊന്നും ഇടാറില്ലല്ലോ. അതിപ്പോൾ ഒരു പരിപാടി നടക്കില്ലേ? വിശേഷം തിരക്കലിനൊടുവിലാണ് ഹാജു അത് പറയുന്നത്. ഷംസുവിൻ്റെ കുടുംബത്തിലെ അടുത്ത ബന്ധുവാണ് വാഹിദ. അവരുടെ മകൻ്റെ നിക്കാഹ് സമദിൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അതൊക്കെ ഇവിടുത്തെ ഉമ്മാടെ കയ്യിൽ കൊടുത്തില്ലേ? ഷാനി ഹാജുവിനോടുള്ള മറുപടി കൊടുക്കുമ്പോൾ ഇനി അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. നീ അത് മുഴുവൻ അവരിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാജു വന്ന ദിവസം തന്നെ സ്വർണമൊക്കെ ഇവിടുത്തെ ഉമ്മാനെ ഏൽപ്പിക്കണമെന്ന് ഉമ്മയല്ലേ പറഞ്ഞു തന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ എല്ലാം ഇവിടെ കൊടുത്തു. ഞാൻ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണല്ലോ അത്യാവശ്യമുള്ളതൊക്കെ വെച്ച് വലുതൊക്കെ അവിടെ ഏൽപ്പിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതൊരു നാട്ടു നടപ്പാ. ഇനി കുഴപ്പമില്ല, നീ സമദിൻ്റെ ഉമ്മയോട് ചോദിച്ചാൽ മതി. ഞാൻ വെക്കട്ടെ മോളെ. ഇനി നിക്കാഹിന് വരുമ്പോൾ കാണാം. പിന്നെ ഈ ഉപ്പ പോയിട്ട് പോകാം. ഇനി നിക്കാഹ് കഴിഞ്ഞ് 2 ദിവസം കൂടിയല്ലേ ഉപ്പ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പോരെ? സമദിന് പറ്റില്ലെങ്കിൽ അവൻ പോയിട്ട് വന്നോട്ടെ. എന്തായാലും നീ അവിടെ പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഹാജു ഫോൺ വെച്ചപ്പോൾ 1-2 നിമിഷം ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഷാനി അങ്ങനെ തന്നെ നിന്നു. നീ ആരെ സ്വപ്നം കണ്ട് നിൽക്കടി അവിടെ? ഇന്ന് ഉച്ചക്കാർ ഇവിടെ നിന്നും കഴിക്കാനൊന്നും വേണ്ടേ? ചോറ് വിളമ്പാൻ നോക്ക്. സക്കീനയുടെ കനമുള്ള ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉയർത്തിയത്. എന്തോ പിറുപിറുത്തു പോകുന്ന സക്കീനയെ കണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പെട്ടെന്ന് അവൾ അടുക്കള മുറ്റത്തു നിന്നും അകത്തേക്ക് കയറി. ഉമ്മ! വൈകുന്നേരം ഹാളിലിരുന്ന് TV കാണുകയായിരുന്ന സക്കീനയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഷാനി പതുക്കെ വിളിച്ചു. അതിന് അവർ എന്ത് ആണെന്ന അർത്ഥത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ ആഴ്ച അമ്മായിയുടെ മോൻ്റെ നിക്കാഹിന് വന്നെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് നാളെയാണ്. ഒട്ടും മയമില്ലാതെ അവരുടെ നോട്ടം കാണേ പതിയെ അവൾ കാര്യം പറഞ്ഞു. അതിനിപ്പോൾ ഞാനെന്ത് വേണം? പോകാതിരിക്കുക, എന്താച്ചാ ചെയ്തോളി. അതും പറഞ്ഞുകൊണ്ട് അവരുടെ ശ്രദ്ധ വീണ്ടും TV-യിലേക്ക് തന്നെയായി. അതല്ല, പോകുമ്പോൾ ഇടാൻ എൻ്റെ സ്വർണത്തിൽ നിന്നൊരു മാല എടുക്കണം. അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്താൽ പിന്നെ അത് തിരികെ കൊടുക്കാതെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം എന്നവൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണത് പറഞ്ഞത്. ചോദിച്ചു വാങ്ങാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അവളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. ഇനിയിപ്പോൾ അതൊക്കെ ഇട്ട് ഒരുങ്ങി കെട്ടിയാലേ നിൽക്കാൻ പോകാൻ പറ്റുള്ളൂ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ പോകണ്ട. അവിടെ നടക്കുന്ന നിൻ്റെ നിക്കാഹൊന്നുമില്ലല്ലോ. അവരുടെ ശബ്ദം കുറച്ചുയർന്നപ്പോൾ ഷാനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. സ്വർണം ചോദിച്ചതിന് ഇവരെന്തിനാ എങ്ങനെ പെരുമാറുന്നത് അവർ മനസ്സിൽ വിചാരിച്ചു. ഉമ്മ പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് വരുമ്പോൾ ഇട്ടോളാൻ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുടുംബത്തിൽ നിന്നും പിരികേറ്റി വിട്ടതാണല്ലേ എന്നോട് ചോദിക്കാൻ വന്നേക്കുന്നേ? ഇതുവരെ ഇട്ടിട്ടില്ലെങ്കിലും ഇനി ഇടാതെ പോയിക്കോ. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ വരട്ടെ. അല്ലെങ്കിൽ നിന്നെ ഇട്ടൊരുങ്ങി ചൊല്ലാൻ പറയാൻ മാത്രം കുറേ അധികം കൊടുത്തിട്ടാണല്ലേ വീട്ടുകാർ വിട്ടേക്കുന്നത്. ആകെ 10-30 പവണ്ട്. അവസാന വാചകം ഒരു പുച്ഛത്തോടെയാണ് അവർ പറഞ്ഞു നിർത്തിയത്. ഷാനിക്കത് കേട്ടപ്പോൾ ശരിക്കും അതിശയം തോന്നി. പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നേ അവൾ ചിന്തിച്ചു. നിങ്ങളാരോ സ്വർണ്ണമൊന്നും വേണ്ടെന്നല്ലേ കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നത്? പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അവൾക്കത് ചോദിക്കാതിരിക്കാൻ ആവില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നിലക്കും വിലക്കും അനുസരിച്ച് തരേണ്ടത് നിൻ്റെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമായിരുന്നു. ഒന്നില്ലെങ്കിലും നിൻ്റെ ബാപ്പൊരു ഗൾഫുകാരനല്ലേ? എൻ്റെ 2 മക്കളെയും 75 പവനും 2 ലക്ഷം കൊടുത്താണ് ഞങ്ങൾ കെട്ടിച്ച് വിട്ടത്. നിങ്ങളോടൊക്കെ പറഞ്ഞതല്ല, കണക്ക് വെച്ച് ഒരു 50 പവനെങ്കിലും തരേണ്ടതായിരുന്നു എന്ന്. നിങ്ങളുടെ മര്യാദ ഇതിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ആര് കണ്ടു? ഇങ്ങനെയൊക്കെ ആവുന്നേ. എന്നിട്ടൊരു 10-30 പവനും അയച്ചിട്ടാണ് പറഞ്ഞയച്ചിരിക്കണം. ഒരു 50 പവൻ തയ്ച്ചു തന്നിട്ടില്ല. ഷാനിയുടെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞുകൊണ്ട് വന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്രയും ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നത് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എൻ്റെ ഉപ്പാക്ക് ഗൾഫിൽ അത്ര വലിയ പണിയൊന്നുമല്ല. അവിടെ ഒരു ഹൗസ് ഡ്രൈവറാണ്. ഉപ്പാനെ കൊണ്ട് കഴിയുന്ന പോലെ തന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ സ്വർണ്ണവിലയും ഇന്നത്തെ വിലയും ഒന്നുമല്ലല്ലോ. ഇന്നത്തെ 30 എന്ന് പറയുന്നത് തന്നെ വലിയതാണ്. മുഖമൊക്കെ തുടച്ചുകൊണ്ട് കുറച്ച് വീറോടെ തന്നെ അവൾ പറഞ്ഞത്. അവരുടെ സംസാരം അത്രത്തോളം അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് നാവൊക്കെ ഉണ്ടല്ലേ? എല്ലാവരോടും എതിർത്ത് പറയാനൊക്കെ ആയാ? ഞാൻ കാര്യം പറഞ്ഞതിനാണോ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? എൻ്റെ മോൻ അങ്ങോട്ട് വരട്ടെ, നിൻ്റെ നാവിൻ്റെ നീളം ഞാൻ കുറപ്പിച്ചിട്ടുണ്ട്. ചൊടിയോടെ അതും പറഞ്ഞുകൊണ്ട് അവർ TV-യുടെ ശ്രദ്ധ അതിലേക്കാക്കി. ശബ്ദം കൂട്ടി TV-യുടെ. ഇനി അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഷാനി റൂമിലേക്ക് നടന്നു. സമദ് വന്നാൽ
കാര്യങ്ങളൊക്കെ അവനോട് പറയണം എന്നവൾ വിചാരിച്ചു. അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അവനെ കൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് സ്വർണം മൊത്തം വാങ്ങിപ്പിക്കാമെന്നും ഇനി അവരെ തച്ചേൽപ്പിക്കേണ്ടതെന്നും ഒക്കെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിപ്പിച്ചു വീട്ടിൽ ഒരു 10 ദിവസം പോയി നിൽക്കണമെന്നും അവൾ തീരുമാനിച്ചു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സമദിനെ കാത്തിരുന്നവൾ മുന്നിലേക്ക് ഗൗരവമേറിയ മുഖത്തോടെ വന്നു നിന്നവനെ കണ്ടു. അറിയാതെ ഉമനീർ ഇറക്കിയിരുന്നു. അതെ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.